ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് യൂസർ റിവ്യൂ ആണ്. ഞാനൊരു വാക്യൂം ക്ലീനർ വാങ്ങിക്കുകയുണ്ടായി ഒരു ലാസ്റ്റ് 1 ഇയർ. അപ്പോൾ ഈ മാസം കൂടെ ആകുമ്പോഴത്തേക്കും അത് 1 വർഷമാവും. ഈ 1 വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു വാക്യൂം ക്ലീനറിന് എന്തൊക്കെയാണ് നമുക്കൊരു പ്ലസ് ആയിട്ട് തോന്നിയത്, എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ മൈനസ് ആയിട്ട് തോന്നിയത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഇത് ഞാൻ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇനൽസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വാക്യൂം ക്ലീനറാണ്. ഓക്കെ. ഈ വാക്യൂം ക്ലീനറിൽ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് ഇതിനകത്തൊരു ഏകദേശം 1.8 മീറ്റർ നീളമുള്ള ഒരു ഫ്ലെക്സിബിൾ ട്യൂബുണ്ട്, നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഓക്കെ. അതുകൂടാതെ നമുക്ക് മെയിനായിട്ടും ഇതിൻ്റെ ഒരു 10 ലിറ്ററിൻ്റെ ക്ലീനിങ് ടാങ്ക് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. ഇതെല്ലാം നമുക്ക് ഫ്ലൈ വീലുള്ളതാണ്. സംഭവം നമുക്ക് ഈസിയാണ്, നമുക്ക് മൂവ് ചെയ്യാനും എടുക്കാനും എല്ലാം വളരെ ഈസിയാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു 3 ഓസ് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. ഒരു 3 ഓസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് വെറ്റും അതുപോലെ തന്നെ ഡ്രൈയും ഇതിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് വെറ്റ് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഡ്രൈ ക്ലീനിങ്ങും നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിതിൽ ഇതുവരെ ഡ്രൈ ക്ലീനിങ് ആണ് ചെയ്തേക്കുന്നത്, വെറ്റ് ക്ലീനിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിതൊരു 1 വർഷത്തോളമായിട്ട് ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1 വർഷം കൊണ്ട് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കാറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഫ ക്ലീനിങ്, അതുപോലെ തന്നെ നമ്മളെ അടുക്കള ഭാഗത്തുള്ള മുകളിലുള്ള സൺഷെയ്ഡ് ക്ലീനിങ്, ഞങ്ങളുടെ പിന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ അവിടുത്തെ ഉള്ള ഈ പൊടിയൊക്കെ ക്ലീനിങ്, ഈ എല്ലാ ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഞാൻ ഒരു വെറ്റ് പർപ്പസിനായിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു 1 വർഷത്തോളമായിട്ടും ഞാൻ ഇതുവരെ എൻ്റെ വെറ്റ് പർപ്പസിനായിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ള പർപ്പസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡ്രൈ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമിക്കൽ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാനത്. ഇത് എനിക്ക് ഏകദേശം 3500 രൂപയാണ് അന്ന് ആയിട്ടുണ്ടായിരുന്നത്. അവരൊരു 1 ഇയർ വാറണ്ടിയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അന്ന് 3500 രൂപയ്ക്ക് സാധനം എത്തിച്ചത്. ഏകദേശം 8 ദിവസത്തോളം വേണ്ടി വന്നു ഞാനിത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വരാനായിട്ട്. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്താലും 8 ദിവസം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് അത്യാവശ്യം നല്ലൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഞാൻ ഇതിനകത്ത് കണ്ടേക്കുന്നത്. ഓക്കെ. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ പവർ എക്സ്റ്റൻഷൻ കേബിൾ എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്ററോളം നമുക്ക് വരുന്നുണ്ട്. 4 മീറ്ററോളം നമുക്ക് ഇതിൻ്റെ പവർ എക്സ്റ്റൻഷൻ കേബിൾ തന്നെ വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു നീളം കിട്ടും. കാരണം നമ്മളിപ്പോൾ കാറ് ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ പ്ലഗ് കുത്തിയാൽ പോലും ഏകദേശം കാറിനടുത്തോളം നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇതിന് 2 ഹോളുകളാണ് ഉള്ളത്. ഒന്ന് ഇവിടെ താഴെയായിട്ട് ഒരു ഹോള് കാണാം, അതുപോലെ തന്നെ ഇതിന് മുകളിലും ഹോളുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ടുള്ളൊരു ഹോളെന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിൽ നമ്മൾ ഈ ഒരു ഓസ് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഇതിൽ ഈ ഒരു ഓസ് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടികളെല്ലാം നമുക്ക് സക്ക് ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ കാറിലിപ്പം വാക്യൂം ക്ലീനായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത്. മറിച്ച് ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഡ്രയറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡോഗ്സിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പൊടി ഇങ്ങനെ അടിച്ച് കളയണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർ നേരെ പുഷ് ചെയ്യും, എയർ നേരെ ഇതിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ എയർ നേരെ പുള്ള് ചെയ്യുന്നതായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായും 3 ബ്രഷുകളാണ് വരുന്നത്. ഓക്കെ. അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ഥലങ്ങളിൽ വരെ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഇടയ്ക്കുള്ള സോഫയുടെയൊക്കെ ഇടയ്ക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ചെറിയ ചെറിയ സ്ഥലങ്ങൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ബ്രഷാണ് വരുന്നത്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കാറുകളിലൊക്കെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഫകളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് മൂന്നാമതായിട്ട് ഈ ഒരു ബ്രഷാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ബ്രഷാണ്. ഇത് മെയിനായിട്ട് നമുക്ക് ഫ്ലോർ ക്ലീനിങ് അങ്ങനെയുള്ളൊരു പർപ്പസിനാണ് ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത് നമുക്ക് പറയത്തക്ക വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ ഏകദേശം ഒരു 2 കിലോയ്ക്ക് താഴെ കാണുള്ളൂ. ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. എന്നാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കൊച്ചു പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ സാധനം പൊക്കിക്കൊണ്ട് പോകാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പവർ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക്. ഇത് ഇനർസയുടെ ഹോമീസി W010 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് ആവശ്യമുള്ള ആൾക്കാർ ഞാൻ എന്തായാലും ഇതിൻ്റെ വാങ്ങിയ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതിൽ കയറി പർച്ചേസ് ചെയ്യുക. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് പ്രൈസ് എത്ര എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാലും വലിയ റേറ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല, അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു 3500 രൂപയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു വാക്യൂം ക്ലീനർ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം ബ്രാൻഡിങ് നമുക്ക് വലുതായിട്ടില്ല എന്നേ ഉള്ളൂ. വലിയ ഐബലിൻ്റെയോ അല്ലെങ്കിൽ കാസ്റ്ററിൻ്റെയോ അങ്ങനെ ഒരു ബ്രാൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പവറും ഇതിൻ്റെ യൂസർ ഫ്രണ്ട്ലിയും എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇതിൻ്റെ പവറും ഞാൻ അത്യാവശ്യം കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു പവർ തന്നെയാണ് ഇതിനകത്ത് നിന്ന് വരുന്നത് നമുക്ക്. ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വർഷം ഉപയോഗിച്ചതിൻ്റെ ബേസിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്